ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി മൊബൈൽ പേയിലേക്ക് സ്വാഗതം ചെയ്യാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീണ്ടും ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, നമ്മുടെ കാർഡ് ഉപയോഗിച്ച് പെട്രോൾ പമ്പുകളിൽ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ അഡീഷണൽ 1% സർചാർജ് പോകുന്നു. നേരത്തെ നമ്മൾ ഇതിൻ്റെ വീഡിയോകൾ ചെയ്തിരുന്നു. ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ തന്നിട്ടുള്ളതാണ്. നമ്മുടെ കാർഡ് ഉപയോഗിച്ച് പെട്രോൾ പമ്പുകളിൽ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1% സർചാർജ് പോകുന്നതാണ്. നിലവിലുള്ള കാർഡാണ് അങ്ങനെ. ഇനി പുതിയത് വരാൻ പോകുന്ന വൈഫൈ കാർഡ്, നമ്മുടെ ഓൺ കാർഡ് വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ അപ്ഡേഷൻ നമ്മൾ പിന്നീട് തരുന്നതായിരിക്കും. നിലവിൽ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഉപായം എന്ന് പറയുന്നത്, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പെട്രോൾ പമ്പുകളിൽ പോകുമ്പോൾ ഫോൺ പേയുടെ ഒറിജിനൽ QR കോഡ്, മീൻസ് അവിടെ എല്ലാ കാർഡുകളും ആക്സെപ്റ്റ് ചെയ്യുന്നത് പറയുന്നിട്ടുള്ള പല QR കോഡുകൾ ഇപ്പം നമുക്ക് ചെറിയ സൈസിൽ കാണാൻ പറ്റും. എന്നാൽ വലിയ സൈസിൽ ഫോൺ പേയുടെ QR കോഡുകൾ നമ്മൾ പല പെട്രോൾ പമ്പുകളിലും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പമ്പുകളിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കാർഡ് ഈ ഫോൺ പേയുടെ QR കോഡ് വഴി എങ്ങനെയാണ് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഫോൺ പേ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ QR കോഡ് ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ കാണുന്ന വലിയ ലെവലിലുള്ള ഫോൺ പേ എന്ന് കാണുന്ന QR കോഡുകളിൽ നിങ്ങൾ സ്കാൻ ചെയ്യാം. ചില സ്ഥലങ്ങളിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും നിങ്ങൾ കാണാം. ഏറ്റവും താഴെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഏഡ് UPI അക്കൗണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ വരുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ കാർഡ് അവിടെ ഓൺലൈൻ യൂസേജിന് നമുക്ക് പെട്രോൾ പമ്പിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഏഡ് UPI അക്കൗണ്ട് എന്നാണ് കാണുമെങ്കിൽ, പകരം ഈ രീതിയിലാണ് കാണുന്നതെങ്കിൽ രണ്ട് ഓപ്ഷൻ, ഏഡ് UPI കാർഡ് ലെഫ്റ്റിൽ, UPI അക്കൗണ്ട് എന്ന് ലെഫ്റ്റിൽ കാണാം. എന്നാൽ റൈറ്റിൽ ഏഡ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് കൊണ്ട് കാണാം. ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ എമൗണ്ടൊക്കെ അടിച്ചു കൊടുത്ത് അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏഡ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്ന് കാണാം. അതിൽ നിങ്ങൾ ഏഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കാർഡ് നമ്പറും CVV കോഡും അതിൻ്റെ വാലിഡിറ്റി എക്സ്പയറൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കാം. CVV കോഡ് അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നിങ്ങൾക്ക് വരും, പേയ്മെൻറ്റ് റെഡി ആയിട്ട് വരും ഏറ്റവും ടോപ്പിൽ. അപ്പോൾ അവിടെ നിങ്ങൾ വീണ്ടും CVV കോഡ് അപ്ലൈ ചെയ്യുക. CVV കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അത് കണക്റ്റിംഗ് സെക്യൂർലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോൺ പേയുടെ ത്രൂ നമുക്ക് നമ്മുടെ ആപ്പിനകത്തോട്ട്, മൊബൈൽ പേയുടെ ആപ്പിനകത്തോട്ട് അതിൻ്റെ മെസ്സേജ്, ആപ്പിനകത്തോട്ടല്ല പോകുന്നത്, പൈൻബർക്കിൻ്റെ കാർഡാണ് നമുക്ക് നിലവിലുള്ള കാർഡ് നമുക്കറിയാം, അതിലേക്കാണ് മെസ്സേജ് പോകുക. അപ്പോൾ അതൊരു OTP ആയിട്ടാണ് പോകുക. അങ്ങനെ OTP നിങ്ങൾ സ്ക്രീൻ ഇതുപോലെ ആയിരിക്കും കാണിക്കുക. അത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ OTP എപ്പോഴാണ് വരുന്നത് പറഞ്ഞാൽ OTP പെട്ടെന്ന് നിങ്ങൾ അടിച്ചു കൊടുക്കുക, അവിടെ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ അത് നമുക്ക് സക്സസ് ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഫോൺ പേയുടെ QR കോഡുകൾ, വലിയ ടൈപ്പ് QR കോഡ്, ഇപ്പോൾ ചെറിയ QR കോഡും അതുപോലെ സ്വൈപ്പ് മെഷീനകത്തുള്ള QR കോഡൊക്കെ കാണിക്കുമ്പോൾ അതും സ്കാൻ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടാറില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ രീതി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള പെട്രോൾ പമ്പുകൾ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേറെ അഡീഷണൽ ചാർജുകൾ ഇല്ലാതെ 1% സർചാർജ് കൊടുക്കാതെ നമ്മുടെ കാർഡിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കാർഡിൻ്റെ ഉപയോഗം നമുക്കറിയാം, നമുക്ക് മന്ത്ലി ടീമിൽ നിന്നുള്ള വരുമാനമൊക്കെ കിട്ടാൻ വേണ്ടി ഒരു മിനിമം 1000 രൂപയെങ്കിലും ട്രാൻസാക്ഷൻ നടത്തണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷനുകൾ നടത്താൻ നമുക്ക് ഈ രീതിയിലുള്ള പെട്രോളൊക്കെ നമുക്ക് എപ്പോഴും അടിക്കേണ്ടി വരുന്നതാണ്, ഡീസലും പെട്രോളൊക്കെ. അപ്പോൾ അത് നമുക്ക് ട്രാൻസാക്ഷൻ കൂട്ടാൻ ഇത് സഹായിക്കും. അത് തന്നെയല്ല, നമുക്ക് ക്യാഷ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, മൊബൈൽ റീചാർജൊക്കെ നടത്തുന്ന സമയത്ത് നമുക്കത് റെഡീം ചെയ്യാൻ പറ്റുന്ന ക്യാഷ് പോയിൻ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ഈ കാർഡിൽ പൈസ ഈ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു സുഹൃത്തുക്കളെ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.